ഹായ് ഫ്രണ്ട്സ്, ബിന്ദുസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനായിട്ട് ഒരു ടൊമാറ്റോ റൈസ് തയ്യാറാക്കാം. ഞാൻ അതിനുവേണ്ടി കുറച്ച് ബസുമതി റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി അരിഞ്ഞതും ഒരു തക്കാളി അരച്ചതും വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ ഒരു സവാള അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളിയല്ല, വെളുത്തുള്ളിയും പച്ചമുളകും, മല്ലിയിലയും പുതിനയിലയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തയ്യാറാക്കാം. ഞാനൊരു പാത്രം അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എണ്ണ ചൂടായി വരട്ടെ. നമ്മുടെ നെയ്യ് അങ്ങനെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അതിൽ പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുത്ത് ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. തക്കാളി അരച്ച് വെച്ചിരിക്കുന്നതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ശകലം വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് അതിൽ. നമുക്കിതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് പച്ചമണം ഒന്ന് പോയി കിട്ടട്ടെ. ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുതിനയിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരി വേവിച്ച് വെച്ചിരിക്കുന്നതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചോറും കൂടെ ഇട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരിയൊക്കെ തലേദിവസം തന്നെ വേവിച്ച് ഫ്രിഡ്ജ് വെച്ചിരിക്കുകയാണ്. നമുക്കിത് ചെയ്യാൻ എളുപ്പമാണ്. വളരെ ടേസ്റ്റിയാണിത്. നമുക്ക് അതിൻ്റെ കൂടെ ഞാനിത് പാത്രം അടുപ്പിച്ചിട്ട് നമുക്ക് ഇച്ചിരി നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് വറുത്തതും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ടൊമാറ്റോ റൈസ് നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. നമുക്ക് ഇച്ചിരി മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് ഒന്നുകൂടെ ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.